വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. എസ്തേറിന്റെ പുസ്തകം 11-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. മഹാനായ അഹസ്വേരോസിന്റെ 2-ാം ഭരണവർഷം നീസാൻ മാസം 1-ാം തീയതി ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നുള്ള ജായീറിന്റെ മകൻ മൊർദെഖായി ഒരു സ്വപ്നം കണ്ടു. ജായീർ കിഷിന്റെ മകൻ ഷിമേയുടെ പുത്രനായിരുന്നു. സൂസാ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിൽ സേവനം ചെയ്തിരുന്ന മഹാനായ ഒരു യഹൂദനായിരുന്നു മൊർദെഖായി. ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ യൂദാ രാജാവായ യക്കോണിയായോടൊപ്പം ജെറുസലേമിൽ നിന്ന് തടവുകാരനായി കൊണ്ടുപോകുന്ന ഒരു പ്രവാസിയായിരുന്നു അവൻ. അവൻ്റെ സ്വപ്നം ഇതായിരുന്നു: ഭൂമുഖത്ത് ശബ്ദവും ബഹളവും ഇടിമുഴക്കവും ഭൂകമ്പങ്ങളും ലഹളയും. ഇതാ 2 ഭീകര സ്വത്വങ്ങൾ, രണ്ടും പൊരുതാനൊരുങ്ങി മുന്നോട്ട് വന്നിരിക്കുന്നു. അവയിൽ നിന്ന് അതിഭയങ്കര ശബ്ദമുണ്ടായി. നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങാൻ അവയുടെ ശബ്ദത്താൽ സകല ജനതകളും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ഇതാ കൂരിരുട്ടിന്റെ ദിനം. ഭൂമുഖത്ത് കഷ്ടതയും ഞെരുക്കവും പീഡനവും മഹാകലാപവും. നീതിമാന്മാരുടെ ജനത മുഴുവൻ ദുഃഖത്തിലാണ്ടു. തങ്ങൾക്കെതിരെയുള്ള ദുഷ്ടതകളാൽ അവർ ഭയവിവശരായി. നശിക്കാനായി അവർ സജ്ജരായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന്, ഒരു ചെറിയ ഉറവയിൽ നിന്ന് ഒരു വലിയ നദി എന്ന പോലെ ഏറെ ജലമുണ്ടായി. സൂര്യൻ പ്രകാശം തൂകി. എളിയവർ ഉയർത്തപ്പെട്ടു. അവർ ഉന്നതരെ വിഴുങ്ങി. ഈ സ്വപ്നം കണ്ട മൊർദെഖായി ഉണർന്നപ്പോൾ ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്നത് എന്തെന്ന ചോദ്യം അവൻ്റെ ഹൃദയത്തിൽ തങ്ങി നിന്നു. പൂർണ്ണാർത്ഥത്തിൽ അത് ഗ്രഹിക്കാൻ അന്തിയാകുവോളം അവൻ ആഗ്രഹിച്ചു. എസ്തേറിന്റെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന ഗബാധ, താറ എന്ന് 2 ഷണ്ഡന്മാരോടൊപ്പം മൊർദെഖായി അങ്കണത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അവൻ അവരുടെ സംഭാഷണം കേൾക്കാനിടയായി. അവരുടെ ഉദ്ദേശം എന്താണെന്നറിയാൻ അവൻ ശ്രമിച്ചു. അവർ അഹസ്വേരോസ് രാജാവിനെ വധിക്കാൻ ഒരുങ്ങുകയാണെന്ന് മനസ്സിലായി. അവരെപ്പറ്റി അവൻ രാജാവിനെ അറിയിച്ചു. രാജാവ് ആ 2 ഷണ്ഡന്മാരെയും വിചാരണ ചെയ്തു. കുറ്റം സമ്മതിച്ച് അവർ വധശിക്ഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടു. ഇക്കാര്യങ്ങൾ ഓർമ്മിക്കപ്പെടാനായി രാജാവ് എഴുതി സൂക്ഷിച്ചു. മൊർദെഖായും ഇക്കാര്യങ്ങളെക്കുറിച്ച് എഴുതി വച്ചു. രാജാവ് മൊർദെഖായിയോട് കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കൽപ്പിക്കുകയും ഇക്കാര്യങ്ങളെ പ്രതി അവന് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ബുഗേയനായ ഹമ്മേദാദായുടെ പുത്രൻ ഹാമാൻ രാജാവിൻ്റെ മുമ്പിൽ അംഗീകൃതനായിരുന്നു. അവനാകട്ടെ രാജാവിൻ്റെ ആ 2 ഷണ്ഡന്മാരെ പ്രതി മൊർദെഖായിയെയും അവൻ്റെ ആളുകളെയും ഉപദ്രവിക്കാൻ തക്കം പാർത്തിരുന്നു. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അഹസ്വേരോസിന്റെ നാളുകളിൽ സംഭവിച്ചത്: ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകൾ ഭരിച്ചിരുന്നത് അഹസ്വേരോസ് ആയിരുന്നു. തലസ്ഥാനമായ സൂസായിലുള്ള തൻ്റെ രാജകീയ സിംഹാസനത്തിൽ ആസനസ്ഥനായിരിക്കവേ ആ നാളുകളിൽ, അതായത് തൻ്റെ 3-ാം ഭരണവർഷം, തൻ്റെ സകല പ്രഭുക്കന്മാർക്കും സേവകന്മാർക്കും, അതായത് പേർഷ്യയുടെയും മേദിയായുടെയും കുലീനരായ സേനാംഗങ്ങൾക്കും പ്രവിശ്യകളിലെ പ്രഭുക്കന്മാർക്കും തൻ്റെ സന്നദ്ധിയിൽ അദ്ദേഹം വിരുന്നൊരുക്കി. അത് അനേക ദിവസങ്ങൾ, അതായത് 180 ദിവസം അദ്ദേഹം തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ സമൃദ്ധിയും പ്രതാപ ഐശ്വര്യങ്ങളുടെ ശ്രേഷ്ഠതയും അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചപ്പോഴായിരുന്നു. ആ ദിനങ്ങൾ പൂർത്തിയായപ്പോൾ തലസ്ഥാനമായ സൂസായിൽ ഉണ്ടായിരുന്ന വലിയവർക്ക് മുതൽ ചെറിയവർക്ക് വരെ സകല ജനത്തിനും രാജകൊട്ടാരത്തിലെ ഉദ്യാനാങ്കണത്തിൽ വച്ച് 7 ദിവസത്തേക്ക് രാജാവ് വിരുന്നൊരുക്കി. അവിടെ മാർബിൾ സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ ചെമന്ന നേർത്ത ചണനൂലുകൾ കോർത്ത് പരുത്തു തുണി കൊണ്ടുള്ള വെളുപ്പും നീലയുമായ യവനികകൾ തൂക്കിയിട്ടിരുന്നു. അമൃതശില, വെണ്ണക്കല്ല്, മുത്തുച്ചിപ്പി, രത്നക്കല്ലുകൾ എന്നിവ പാകി വർണ്ണശബളമാക്കിയ തളത്തിൽ പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു. വിവിധതരം പൊൻചഷകങ്ങളിലാണ് പാനീയങ്ങൾ പകർന്നിരുന്നത്. രാജകീയ വീഞ്ഞും രാജോചിതം സമൃദ്ധമായി വിളമ്പി. കുടിക്കുന്നത് നിയമാനുസൃതമായിരുന്നു, എന്നാൽ നിർബന്ധമായിരുന്നില്ല. എന്തെന്നാൽ അപ്രകാരം ഓരോരുത്തരുടെയും ഇഷ്ടാനുസൃതം ക്രമീകരിക്കുന്നതിന് തൻ്റെ ഓരോ കൊട്ടാരമുഖ്യനും രാജാവ് കൽപ്പന കൊടുത്തിരുന്നു. അഹസ്വേരോസ് രാജാവിനുണ്ടായിരുന്ന രാജമന്ദിരത്തിൽ വഷ്തി രാജ്ഞിയും
സ്ത്രീകളുടെ ഒരു വിരുന്നൊരുക്കിയിരുന്നു. 7-ാം ദിവസം അഹസ്വേരോസ് രാജാവിൻ്റെ ഹൃദയം വീഞ്ഞുകൊണ്ട് സന്തുഷ്ടമായിരുന്നപ്പോൾ രാജാവിൻ്റെ സാന്നിധ്യത്തെ സേവിച്ചിരുന്ന മെഹൂമാൻ, ബിസ്ത, ഹർബോന, ബിക്ത, അബക്ത, സേത്തർ, കർക്കസ് എന്നീ 7 ഷണ്ഡന്മാരോട് അവൻ കൽപ്പിച്ചത് വഷ്തി രാജ്ഞിയുടെ സൗന്ദര്യം ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവളെ രാജകീയ കിരീടത്തോടെ രാജസന്നദ്ധിയിൽ ആനയിക്കാനായിരുന്നു. എന്തെന്നാൽ അവൾ കാഴ്ചയ്ക്ക് അഴകുള്ളവളായിരുന്നു. ഷണ്ഡന്മാർ വശം കൊടുത്തുവിട്ട രാജകൽപ്പനയനുസരിച്ച് വരാൻ വഷ്തി രാജ്ഞി വിസമ്മതിച്ചു. തന്മൂലം രാജാവ് ഏറെ കോപിച്ചു. അവൻ്റെ കോപം അവനിൽ ആളിക്കത്തി. നീതിന്യായ ക്രമങ്ങൾ അറിയാമായിരുന്ന ആരോടുമുള്ള രാജാവിൻ്റെ രീതി അനുസരിച്ച് സാഹചര്യങ്ങൾ അറിയാമായിരുന്ന ജ്ഞാനികളോട് രാജാവ് ആലോചന തേടി. രാജ്യത്തിൽ പ്രഥമ സ്ഥാനീയരും പേർഷ്യയുടെയും മേദിയായുടെയും പ്രഭുക്കന്മാരുമായ കർശന, ഷേത്താർ, അദ്മാദ, തർഷീഷ്, മെറേസ്, മർസേന, മെമൂക്കാൻ എന്നീ 7 പേരാണ് രാജസമക്ഷം നിലകൊള്ളുന്നവരായി അവനോടടുത്തുണ്ടായിരുന്നത്. ഷണ്ഡന്മാർ വശം അഹസ്വേരോസ് രാജാവ് കൊടുത്തയച്ച തീട്ടൂരം അനുസരിച്ചില്ല എന്നതുകൊണ്ട് മാമൂൽ പ്രകാരം വഷ്തി രാജ്ഞിയോട് എന്താണ് ചെയ്യാനുള്ളത്? അപ്പോൾ രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും സന്നദ്ധിയിൽ മെമൂക്കാൻ പറഞ്ഞു, രാജാവിനെതിരെ മാത്രമല്ല വഷ്തി രാജ്ഞി തെറ്റു ചെയ്തിരിക്കുന്നത്, പിന്നെയോ എല്ലാ പ്രഭുക്കന്മാർക്കും അഹസ്വേരോസ് രാജാവിൻ്റെ എല്ലാ പ്രവിശ്യകളിലുമുള്ള സകല ജനങ്ങൾക്കുമെതിരെയാണ്. കാരണം രാജ്ഞിയുടെ വാർത്ത ചെന്നിരിക്കുന്നത് എല്ലാ സ്ത്രീകളുടെയും പക്കലേക്കാണ്. വഷ്തി രാജ്ഞിയെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ അഹസ്വേരോസ് രാജാവ് ആജ്ഞാപിച്ചു. എന്നാൽ അവൾ ചെന്നില്ല എന്ന് അവരോട് പറയപ്പെടുമ്പോൾ അവരുടെ ദൃഷ്ടികളിൽ സ്വഭർത്താക്കന്മാരോട് പുച്ഛമുളവാകാൻ അത് ഇടയാക്കും. രാജ്ഞിയുടെ കാര്യം കേട്ട പേർഷ്യയിലെയും മേദിയായിലെയും പ്രഭുകൾ ഇന്നു തന്നെ അത് രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും പരാമർശിക്കും. തദ്വാര അവജ്ഞയും അമർഷവും ഉണ്ടാകുകയും ചെയ്യും. രാജാവിന് ഉചിതമെങ്കിൽ അഹസ്വേരോസ് രാജാവിൻ്റെ മുമ്പിൽ വഷ്തി വരാൻ പാടില്ല എന്നും അവളുടെ രാജ്ഞീപദം അവളേക്കാൾ നല്ലവളായ അവളുടെ ഒരു സഖിക്ക് രാജാവ് നൽകുമെന്നും ഒരു രാജശാസനം സന്നിധിയിൽ നിന്ന് പുറപ്പെടുവിച്ച് അതിന് മാറ്റം വരാതിരിക്കത്തക്ക വിധം അത് പേർഷ്യയുടെയും മേദിയായുടെയും നിയമങ്ങളിൽ എഴുതപ്പെടട്ടെ. വിസ്തൃതമായ രാജ്യമെമ്പാടും ചെയ്യപ്പെടുന്ന രാജവിളംബരം കേൾക്കുമ്പോൾ വലിയവർ മുതൽ ചെറിയവർ വരെ സകല സ്ത്രീകളും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആദരം നൽകും. ഈ കാര്യം രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും ദൃഷ്ടികളിൽ ഉചിതമായിരുന്നു. മെമൂഖാന്റെ വാക്കനുസരിച്ച് രാജാവ് പ്രവർത്തിച്ചു. ഓരോ പുരുഷനും തൻ്റെ വീട്ടിൽ അധീശനായിരിക്കണമെന്നും സ്വജനത്തിൻ്റെ ഭാഷ സംസാരിക്കണമെന്നും രാജാവ് തൻ്റെ സകല പ്രവിശ്യകളിലേക്കും ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെ ലിപി അനുസരിച്ചും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയനുസരിച്ചും എഴുത്തുകൾ അയച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം. കർത്താവിൽ നിന്ന് ജെറമിയായിക്കുണ്ടായ വചനം ഇപ്രകാരമാണ്: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഞാൻ നിന്നോട് പറഞ്ഞ വചനമെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതുക. എന്തെന്നാൽ ഇതാ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യൂദായുടെയും അടിമത്തം നീക്കുന്ന ദിനങ്ങൾ വരുന്നു. കർത്താവിൻ്റെ അരുളപ്പാട്: അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് ഞാൻ അവരെ തിരികെ എത്തിക്കും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഇസ്രായേലിനോടും യൂദായോടും കർത്താവ് പറഞ്ഞ വചനങ്ങൾ ഇവയാണ്. കർത്താവ് ഇങ്ങനെ തന്നെ അരുൾ ചെയ്യുന്നു: ഒരു സംഭ്രമസ്വരം ഞങ്ങൾ കേട്ടു, സമാധാനമല്ല ഭീതി. നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ, പുരുഷൻ പ്രസവിക്കുന്നു. ഓരോ പുരുഷനെയും ഈറ്റുനോവുള്ളവളെ പോലെ അരക്കെട്ടിനു മീതെ കൈകളോടെ ഞാൻ കാണുന്നത് എന്തുകൊണ്ട്? എല്ലാ മുഖവും വിളറിപ്പോയിരിക്കുന്നതും എന്തുകൊണ്ട്? ദുരിതം അതുല്യമാം വിധം നിശ്ചയമായും ഭയങ്കരമാണ്. ആ ദിവസം അത് യാക്കോബിന് അനർത്ഥകാലമാണ്. എങ്കിലും അതിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി: അന്ന് ഞാൻ നിന്റെ കഴുത്തിലെ നുകം തകർക്കും, നിന്റെ കെട്ടുകൾ പൊട്ടിക്കും. വിദേശികൾ അവനെക്കൊണ്ട് ഇനിയും ഗുണമെടുക്കുകയില്ല. അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെയും അവർക്ക് വേണ്ടി ഞാൻ ഉയർത്തുന്ന ദാവീദ് രാജാവിനെയും സേവിക്കും. ആകയാൽ എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ അരുളപ്പാട്: ഇസ്രായേലെ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ ഇതാ നിന്നെ വിദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസത്തിൽ നിന്നും ഞാൻ രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വച്ഛതയോടെ ശാന്തി നുകരും. സംഭ്രമിപ്പിക്കുന്നവൻ ഉണ്ടാവുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാൻ നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവിൻ്റെ അരുളപ്പാട്: നിന്നെ ഞാൻ ചിതറിച്ച ജനതകളുടെ ഇടയിലെല്ലാം ഞാൻ നാശം വിതയ്ക്കും. എന്നിരുന്നാലും നിനക്ക് ഞാൻ അന്ത്യം വരുത്തുകയില്ല. ന്യായവിധിക്കായി നിന്നെ ഞാൻ പരിശീലിപ്പിക്കും. തീർച്ചയായും
നിന്നെ ഞാൻ കുറ്റവിമുക്തനാക്കുകയില്ല. എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, നിന്റെ ക്ഷതത്തിന് സൗഖ്യമില്ല, നിന്റെ മുറിവ് വ്രണമായിരിക്കുന്നു. നിന്റെ വ്യവഹാരത്തിന് ന്യായാധിപനില്ല, മുറിവിന് പരിഹാരങ്ങളും. നിനക്ക് സൗഖ്യമില്ല. നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു, അവർ നിന്നെ അന്വേഷിക്കുന്നില്ല. എന്തെന്നാൽ നിന്റെ അപരാധിക്യം മൂലം ശത്രുവിനൊത്ത മുറിവ് കൊണ്ട് ഞാൻ നിന്നെ പ്രഹരിച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങൾ ഘോരമായിരിക്കുന്നു. നിന്റെ തകർച്ചയെ ചൊല്ലി നീ എന്തിനു നിലവിളിക്കുന്നു? നിന്റെ വേദന അപരിഹാര്യമാണ്, നിന്റെ പാപങ്ങൾ ഘോരമാണ്. നിന്റെ അപരാധിക്യം മൂലം ഞാനാണ് ഇവയെല്ലാം നിന്നോട് ചെയ്തത്. അതിനാൽ നിന്നെ വിഴുങ്ങുന്നവരെല്ലാം വിഴുങ്ങപ്പെടും. നിന്റെ എല്ലാ വൈരികളും അവരെല്ലാവരും പ്രവാസത്തിലേക്ക് പോകും. നിന്നെ കൊള്ളയടിക്കുന്നവർ കൊള്ള മുതലായിത്തീരും. നിന്നെ കവർച്ച ചെയ്യുന്നവരെ ഞാൻ കവർച്ച വസ്തുവായി നൽകും. തീർച്ചയായും ഞാൻ നിനക്ക് സൗഖ്യം നൽകും. നിന്റെ മുറിവുകളിൽ നിന്ന് ഞാൻ നിന്നെ സുഖപ്പെടുത്തും. കർത്താവിൻ്റെ അരുളപ്പാട്. എന്തെന്നാൽ അവർ നിന്നെ ഭ്രഷ്ട, അതായത് തന്നെ അന്വേഷിക്കാൻ ആളില്ലാത്ത സിയോനെന്ന് വിളിച്ചു. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ യാക്കോബിന്റെ കൂടാരങ്ങളുടെ അടിമത്തം നീക്കുന്നു. അവന്റെ വാസസ്ഥലങ്ങളോട് ഞാൻ കരുണയുള്ളവനായിരിക്കും. നഗരം നാശകൂമ്പാരത്തിനു മീതെ പുനർനിർമ്മിക്കപ്പെടും. കൊട്ടാരം തൽസ്ഥാനത്ത് തന്നെ നിലകൊള്ളും. അവരിൽ നിന്ന് കൃതജ്ഞതാഗീതവും സന്തുഷ്ടരുടെ ആരവവും പുറപ്പെടും. ഞാൻ അവരെ വർദ്ധിപ്പിക്കും, അവർ കുറഞ്ഞു പോവുകയില്ല. ഞാൻ അവരെ മഹത്വപ്പെടുത്തും, അവർ നിസാരരാവുകയില്ല. യാക്കോബിന്റെ മക്കൾ പൂർവകാലത്തേതുപോലെയാകും. അവന്റെ സമൂഹം എൻ്റെ മുമ്പിൽ സുസ്ഥാപിതമാകും. അവനെ പീഡിപ്പിക്കുന്നവരെയെല്ലാം ഞാൻ ശിക്ഷിക്കും. അവന്റെ പ്രതാപവാൻ അവനിൽ നിന്ന് തന്നെയായിരിക്കും. അവന്റെ അധിപൻ അവന്റെ മധ്യത്തിൽ നിന്ന് തന്നെ പുറപ്പെടും. ഞാൻ അവനെ സമീപസ്ഥനാക്കും. അവൻ എൻ്റെ അടുക്കലെത്തും. അല്ലാതെ എന്നോട് അടുക്കാൻ ആർക്കാണ് ചങ്കൂറ്റമുള്ളത്? കർത്താവിൻ്റെ അരുളപ്പാട്. നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇതാ കർത്താവിൻ്റെ കൊടുങ്കാറ്റ് ചീറിയടിക്കുന്ന ചുഴലിക്കാറ്റായി ക്രോധം പുറപ്പെട്ടിരിക്കുന്നു. അത് ദുഷ്ടരുടെ തലയ്ക്ക് മുകളിൽ ആഞ്ഞടിക്കും. തൻ്റെ ഹൃദയഗതങ്ങൾ നിറവേറ്റും വരെ കർത്താവിൻ്റെ ഉഗ്രകോപം പിന്തിരിയുകയില്ല. കാലത്തിൻ്റെ അന്ത്യത്തിൽ നിങ്ങൾ അത് ഗ്രഹിക്കും. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. യേശുക്രിസ്തുവിൻ്റെ ദാസൻ, അപ്പസ്തോലനായി വിളിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട പൗലോസ് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതും ജഡപ്രകാരം ദാവീദിൻ്റെ വംശത്തിൽ ജനിച്ച അവിടുത്തെ പുത്രനും വിശുദ്ധിയുടെ ആത്മാവിനനുസൃതം മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതുമാണ്. അവൻ്റെ നാമത്തെ പ്രതി സകല ജനതകളിലും വിശ്വാസത്തിൻ്റെ അനുസരണമുളവാകാൻ അവനിലൂടെ ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും സ്വീകരിച്ചിരിക്കുന്നു. അവരിൽ നിങ്ങളും യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട റോമായിലെ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങൾ എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. നിങ്ങളുടെ വിശ്വാസം ലോകമെങ്ങും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഇടവിടാതെ സ്മരിക്കുന്നു. അവിടുത്തെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ പ്രഘോഷണം വഴി ഞാൻ ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് ഇതിന് എൻ്റെ സാക്ഷി. ദൈവേഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു ചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും എൻ്റെയും വിശ്വാസം വഴി നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കപ്പെടാനാണ്. സഹോദരരെ, ഇത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു ജനതകളുടെ ഇടയിൽ എന്ന പോലെ നിങ്ങളിലും എന്തെങ്കിലും ഫലമുളവാക്കാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും ഞാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ ഇതുവരെയും അത് തടസ്സപ്പെട്ടു. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞാനികളോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ഔത്സുക്യം. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. കാരണം അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നല്ലോ. എന്നാൽ തങ്ങളുടെ അനീതിയാൽ സത്യത്തെ ഞെരുക്കുന്ന മനുഷ്യരുടെ സകല ദൈവനിഷേധത്തിനും
നീതിരാഹിത്യത്തിനുമെതിരായി ദൈവത്തിന്റെ ക്രോധം ആകാശത്തു നിന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് സ്പഷ്ടമാണ്. ദൈവം അവയെല്ലാം അവർക്ക് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ലോക സൃഷ്ടി മുതൽ ദൈവത്തിൽ അദൃശ്യമായവ, അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ ഗ്രാഹ്യമാം വിധം ദൃശ്യമാണ്. അതുകൊണ്ട് അവർക്ക് ഒഴിവുകഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവർ തങ്ങളുടെ യുക്തി വിചാരങ്ങളിൽ നിഷ്ഫലരായി തീരുകയും അവരുടെ വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ നാൽക്കാലികളുടെയോ ഇഴജന്തുക്കളുടെയോ രൂപസാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ആസക്തികളോടെ അവരുടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം വ്യാജവുമായി വെച്ചുമാറി. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ മോഹങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് പരസ്പരാസക്തിയാൽ ജ്വലിക്കുകയും പുരുഷന്മാർ പുരുഷന്മാരുമായി ലജ്ജാകരമായത് പ്രവർത്തിക്കുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ തന്നെ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വിചാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുമുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരായി അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ മുഴുകി. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകളുടെ ആസൂത്രകരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണാരഹിതരുമായി തീർന്നു. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണെന്ന ദൈവനിശ്ചയം അറിഞ്ഞിരുന്നിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ